തൃശൂർ മറ്റത്തൂരിലെ കോൺഗ്രസ് ബി.ജെ.പി. അവിശുദ്ധ കൂട്ടുകെട്ട് ഓപ്പറേഷൻ താമരയുടെ ഭാഗമാണെന്ന് സൂചന. കൂറുമാറ്റത്തിനായി മണ്ഡലമടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ചകൾ നടന്നിരുന്നുവെന്നും വിവരങ്ങൾ. മറ്റത്തൂരിലെ കൂറുമാറ്റം കോൺഗ്രസ് ബി.ജെ.പി. അന്തർധാരയോടെ നടന്ന സംഭവമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഓപ്പറേഷൻ താമര എന്ന പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മണ്ഡലാടിസ്ഥാനത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കൂറുമാറ്റം നടന്നത്. ബി.ജെ.പി. പ്രാദേശിക നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഡി.സി.സി. ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രനാണ് കൂറുമാറ്റത്തിനായി ചുക്കാൻ പിടിച്ചത്. ഇതിന്റെ പേരിൽ പണമിടപാട് പോലും നടന്നിട്ടുണ്ടെന്നാണ് സൂചന. രാജിവെച്ച അംഗങ്ങൾക്കെതിരെ നിലപാട് മാറ്റമില്ലെന്നാണ് ഡി.സി.സി. പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞത്. പാർട്ടിയുടെ നിലപാടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ നിലപാട് വർഗീയ കക്ഷികളുടെ വോട്ട് തേടി അധികാരത്തിൽ വന്നവർ ആ സ്ഥാനം രാജിവെക്കണമെന്നാണ്. ഇനി കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ നടപടികളിലേക്കാണ് ഞങ്ങൾക്ക് കടക്കാനുള്ളത്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട്. അതേസമയം കോൺഗ്രസ് അംഗങ്ങളെ പിന്തുണച്ചിട്ടില്ലെന്നാണ് ബി.ജെ.പി. പറയുന്നത്. എന്നാൽ സ്വതന്ത്രരായ അംഗങ്ങളെയാണ് പിന്തുണച്ചതെന്ന് ബി.ജെ.പി. നേതാവ് എ. നാഗേഷ് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ആളുകൾ ആ രാജിക്കത്ത് കിട്ടിയതിന് ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടി സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്തുണ നൽകാൻ ബി.ജെ.പി. തയ്യാറായിട്ടില്ല. രാജിവെച്ച ആളുകൾക്കാണ്, അതിൽ സ്വതന്ത്രമായിട്ടുള്ള ആൾക്കാണ് ബി.ജെ.പി. പിന്തുണ കൊടുത്തിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് അംഗങ്ങളുടെ രാജിക്കത്ത് ആദ്യം ലഭിച്ചത് ബി.ജെ.പി. നേതാക്കൾക്കാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കില്ലെന്നും പകരം രാജിവെച്ച് സ്വതന്ത്രരായാൽ പിന്തുണയ്ക്കാമെന്നായിരുന്നു ഡീല്. കൈരളി ന്യൂസ്, തൃശൂർ.